ഇവിടെ വീരഭദ്രാസനം അതിൻ്റെ 2 പോസ്റ്ററുകളാണ് ഞാനിവിടെ കാണിക്കുന്നത്. ഇത് വീരഭദ്രാസനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വാക്കുകൾ ദ്യോതിപ്പിക്കുന്നത് പോലെ തന്നെ നല്ല വീരതയോടുകൂടിയും അതുപോലെ തന്നെ നല്ല ശക്തിയോടുകൂടിയും ശരീരത്തെ നിലനിർത്താൻ ഈ ആസനം പ്രയോജനപ്പെടും. വീര എന്ന് പറഞ്ഞാൽ ഹീറോ എന്നാണ് അർത്ഥം. ഭദ്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലെസ്ഡ്, എ പവർഫുൾ ആൻഡ് ബ്ലെസ്ഡ് വാരിയർ എന്നാണ് വീരഭദ്രയുടെ അതിൻ്റെ അർത്ഥം. ഇതിന് വാരിയർ പോസ് എന്നും, ഈ വാരിയർ എന്ന് പറഞ്ഞാൽ അറിയാലോ, യോദ്ധാവ്. അപ്പോൾ ശരീരത്തിന് നല്ല ദൃഢത ലഭിക്കുന്നതിന്, അതുപോലെ നല്ല ഊർജ്ജസ്വലതയും നല്ല സ്റ്റാബിലിറ്റി, നല്ല ദൃഢതയും ഒക്കെ കിട്ടുന്നതിന് ഈ ആസനം നല്ല പ്രയോജനപ്രദമാണ്. വീര്യം, പ്രഭാവം, ചൈതന്യം, ഓജസ്, ഊർജ്ജസ്വലത ഒക്കെ ഇതിൻ്റെ റിസൾട്ടാണ്. അതുപോലെ തന്നെ ഇത് ചെയ്യുമ്പോൾ നമുക്കറിയാം നമ്മുടെ കാലുകൾക്ക് നല്ല ശക്തി ലഭിക്കും. നമ്മുടെ ഹിപ്പ്, നമ്മുടെ തുടകൾ, നമ്മുടെ മുട്ടുകാല്, അതുപോലെ നമ്മുടെ കാഫ് മസിലുകൾ, ആംഗിൾസ്, ഈ ഭാഗങ്ങളൊക്കെ നല്ല മസിലുകളൊക്കെ നന്നായിട്ട് ശക്തിപ്പെടും. നമ്മളെ നട്ടെല്ലിന് നല്ല ശക്തി ലഭിക്കും. നല്ല ശരീരവടിവ്, ആകാര സൗഷ്ഠവം ലഭിക്കും. ആന്തരികാവയവങ്ങളൊക്കെ നന്നായിട്ട് നമ്മുടെ മെറ്റബോളിസം നിരക്ക് വർദ്ധിപ്പിക്കും. ഇങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട്. ഈ ആസനത്തിൻ്റെ ഒരുപാട് ഗുണങ്ങൾ നമുക്ക് ലഭിക്കുന്നതാണ് ഇത് സ്ഥിരമായി ചെയ്യുന്നതിലൂടെ. നല്ല ശരീരത്തിന് നല്ല കരുത്തും നല്ല ദൃഢതയും ലഭിക്കാൻ ഈ ഒരാസനം സഹായകമാകും. ഇതിൻ്റെ 2 പോസ്റ്ററുകളാണ് ഞാനിവിടെ കാണിച്ചിട്ടുള്ളത്. ഒന്ന് കൈകൾ നേരെ സമാന്തരമായി പിടിക്കുകയും മറ്റൊന്ന് കൈ മുകളിലേക്ക് വെച്ചുകൊണ്ടുള്ള 2 പോസ്റ്ററുകളാണ്. ഇത് കൃത്യമായും ഭംഗിയായിട്ടും സ്ഥിരമായി എല്ലാ ദിവസവും രാവിലെ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഗുണങ്ങൾ, നല്ല ശരീരത്തിൻ്റെ ആകാര സൗഷ്ഠവമൊക്കെ നിലനിർത്താൻ ഇത് സഹായകമാണ്.